ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ കുറിച്ചുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ്? നമ്മൾ എപ്പോഴും നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എങ്ങനെയാണ്, അതോ നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണ് എന്നുണ്ടെങ്കിൽ മുന്നോട്ട് നിങ്ങൾക്ക് എന്താണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നോക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലൈവ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് ആ ഒരു സിറ്റുവേഷനുമായിട്ട് ഡിപെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് മുന്നോട്ടേക്ക്, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് ഇതിനെ എടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങൾ അങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഒരു എനർജിയും ആയിട്ട് എനിക്ക് കണക്ട് ആവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗും ടൈംലെസ് റീഡിംഗും ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും നിങ്ങൾക്ക് കൂടുതലായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പൊ ആദ്യം നിങ്ങളൊന്ന് ഡീപ്പ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് വരാനിരിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യമേ നിങ്ങളായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്ട് ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ക്യൂൻ ഓഫ് കപ്സ് ആണ് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ആദ്യമേ തന്നെ കാണുന്നത്. വൈകാരികപരമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ എനർജി കൂടെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്തോ ഒരു വ്യക്തിനെ, ഒന്നെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ എല്ലാം നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ ഈ ഒരു സമയത്ത് ഡിവൈൻ ആയിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. മെഡിറ്റേഷൻസ്, അതുപോലെ അഫർമേഷൻസ്, മാനിഫെസ്റ്റേഷൻസ്, ഇങ്ങനെ ഒരു പ്രോസസ്സിങ്ങിലൂടെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ആദ്യമേ ഇവിടെ കിട്ടുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഡിവൈൻ ആയിട്ട് അടുത്തിരിക്കുന്നു. നിങ്ങളുടേതായ ദൈവിക വിശ്വാസം ഏതാണോ ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മതപരമായ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് അതിലൂടെ തന്നെ മുന്നോട്ടേക്ക് ഒരു ഈശ്വര ശക്തിയിൽ വിശ്വസിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും എന്നൊരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുള്ള വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞിരിക്കുന്നു. സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പേഴ്സണെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അവരെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നു, അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അവരെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നു. അവരുടെ ഒരു പ്രസൻസ് എല്ലാം നിങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല, നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ ഇപ്പൊ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഓർമ്മകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സണിൽ നിന്നും അകന്നു നിൽക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ ഇപ്പൊ ഇല്ലായിരിക്കാം. സിക്സ് ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അവരിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് ഒരു എല്ലാ രീതിക്കും നിന്ന് പോയ ഒരു ബന്ധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തുടക്കം വന്നിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ അവരെ കോൺടാക്ട് ചെയ്യണം എന്നും തീരുമാനിച്ചിരിക്കുന്നു. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നിട്ട് ഒരു ബ്രേക്ക് ആയിട്ട് നിൽക്കുന്ന സമയമായിരിക്കാം, ഒരു വിള്ളൽ വീണ് നിൽക്കുന്ന സമയമായിരിക്കാം. ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് കോൺടാക്ട് കൂടാതെ തന്നെ നിങ്ങൾ അങ്ങോട്ടും അവരെ കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കണം. ഒരു വിഭാഗം ആളുകൾ ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെയായിരിക്കും ആ ഒരു പേഴ്സണെ കോൺടാക്റ്റിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത്
അവരുടെ ഒരു ഓർമ്മകളൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരിൽ നിന്നൊരു കോൺടാക്ട് നിങ്ങൾക്ക് ലഭിക്കണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷനിൽ ആ ഒരു കാര്യങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. ഇതിലൊരു വിജയം നേടണം എന്ന് തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് എല്ലാ രീതിക്കും നിങ്ങൾ പ്രിപ്പയർ ആയി കഴിഞ്ഞു. നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു ആന്തരികമായിട്ടുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങളൊരു സെൽഫ് ലവ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, സെൽഫ് ലവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കാം കൂടുതലായിട്ട് ഈ ഒരു റീഡിങ് മാച്ച് ആവുക. 3 ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു യാത്രക്കായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയിലേക്കുള്ള യാത്ര മാത്രമല്ല, നിങ്ങൾ അബ്രോഡ് പോകാനൊക്കെ നോക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, തൊഴിൽപരമായിട്ടാണെങ്കിലും അല്ല നിങ്ങളുടേതായ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്കാണെങ്കിലും, അതായത് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് നേടിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോയിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. നമുക്ക് 2 കാർഡ് വന്നിട്ടുണ്ട്. ദ സ്റ്റാർ കാർഡും ദ ലവേഴ്സ് കാർഡും ആണ് കിട്ടിയിരിക്കുന്നത്. വളരെയധികം പ്രതീക്ഷയോട് കൂടി ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമേ എടുത്തപ്പോൾ തന്നെ പറഞ്ഞു, നമ്മളൊരു എയിം വെച്ചിട്ടല്ല അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടല്ല നമ്മൾ എടുക്കുന്നത്. ലൈവായിട്ട് നമുക്ക് എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ കിട്ടുന്നത് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ ആയിട്ട് എനിക്കിവിടെ മൊത്തത്തിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ കിട്ടിയിരിക്കുന്നത്, ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു പക്ഷേ ഇപ്പൊ ഒരു കാർഡ് കൂടെ എടുക്കാം. യെസ്, 9 ഓഫ് വാണ്ട്സ് ആണ്. ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് തീർച്ചയായിട്ടും ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾ പലപ്പോഴും അവരെ ആലോചിക്കുന്നുണ്ട്, തിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ പ്രതീക്ഷയുണ്ട്, ഹോപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തുടരുന്നത്. പക്ഷേ എത്രത്തോളം നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇവരിലേക്ക് മാത്രം അഡിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി അല്ല എനിക്കിവിടെ കാണിക്കുന്നത്. വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു പീപ്പിൾസിന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കുറച്ചധികം വാല്യൂ, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ലോകത്തിലേക്ക്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കരിയർ, നിങ്ങളുടേതായ സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടേതായ ഒരു പരിവർത്തനം കഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരിക്കാം നിങ്ങൾക്ക്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു ടൈം ഓഫ് പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രോസസ്സ്, നിങ്ങൾ പൂർണ്ണമായിട്ടും ഹീൽ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ്. ഇനി നിങ്ങളുടെ ആന്തരിക ശക്തിയുടെ പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ സ്ട്രെങ്ത് തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞ വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്യൂൻ ഓഫ് കപ്സ് ആണ്, ഒരു രാജ്ഞിയാണത്. ഓക്കെ, രാജ്ഞി എന്ന് പറയുമ്പോഴേക്കും എന്താണ്, എല്ലാവരെയും ഭരിക്കേണ്ട അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ എല്ലാവിധ പവറും ആർജിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു സ്ഥാനത്തേക്ക് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു താഴെ ലെവലിൽ നിന്ന് ഓരോ സ്റ്റെപ്പ് വീതം കയറിക്കറിഞ്ഞ് നിങ്ങളിപ്പോൾ മുകളിലേക്ക് എത്തി നിൽക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഇന്നർ സോളിന്റെ പവർ തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആന്തരിക ശക്തിയെ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞ് അതിന്റെ പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഒരു സെൽഫ് ലവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വളരെ നല്ല രീതിക്ക് നിങ്ങളുടെ ജീവിതം ഇപ്പൊ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളാണ്. എങ്കിലും ഒരു സൈഡ് കൊണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒരുപാട് മിസ് ചെയ്യുകയാണ്. വളരെ ദൃഢമായ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രണയബന്ധം നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴും ഉള്ളവർ തന്നെയായിരിക്കാം. പക്ഷെ അതിൽ നിങ്ങൾക്ക് ചെറിയൊരു വിള്ളലുകളോ കാര്യങ്ങളോ ഒക്കെ ഏറ്റിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള പോക്കിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു ഫാമിലി ഒക്കെ ചിലപ്പോൾ അംഗീകരിക്കുന്നുണ്ടാവില്ല നിങ്ങളെ. എല്ലാവരും ഒരു പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു അകൽച്ച അല്ലെങ്കിൽ മാനസികപരമായിട്ട് ചെറിയ രീതിക്ക് ഒരു അകൽച്ച നിങ്ങളിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്, അവരിൽ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ കോൺടാക്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടും ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. 9 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളുടെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് തന്നെ നിങ്ങൾ പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു. 3 ഓഫ് വാണ്ട്സ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് പോകുന്നു. അവരിൽ നിന്ന് നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിനെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് ഇവിടെ നോക്കുമ്പോഴേക്കും കാണുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ആഗ്രഹിച്ചു നിൽക്കുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം
നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ടോ? ഇനി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് വരുമോ? നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പിന് അർത്ഥമുണ്ടാകുമോ? ഇതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രേ ചെയ്യുക. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഇതാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ റെസനേറ്റ് ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പ്രേ ചെയ്തതിന് ശേഷം, നന്നായിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തതിന് ശേഷം തന്നെ ബാക്കി നിങ്ങൾ കാണുക. നിങ്ങൾക്ക് എന്താണ് മുന്നോട്ടേക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. Eight of Wands ആണ് വന്നിരിക്കുന്നത്. വെരി ഗുഡ്. നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങൾ ആ ഒരു കാത്തിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് തന്നെ, നിങ്ങൾ അങ്ങോട്ട് ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ ഒരു പക്ഷേ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചില വ്യക്തികൾ അങ്ങോട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയത്തോടു കൂടിയായിരിക്കും. നമുക്കിവിടെ ഒരു ഭയവും കൂടെ കാണുന്നുണ്ട് ഈ ഒരു വ്യക്തിക്കായിട്ടുള്ള കാത്തിരിപ്പിൽ. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് തന്നെയായിരിക്കാം നിങ്ങൾ ബ്ലോക്ക് ചെയ്തതും ആ ഒരു വ്യക്തി ബ്ലോക്ക് ചെയ്തതും എല്ലാം തന്നെ. ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതായ എല്ലാവിധ പ്രശ്നങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇനി അങ്ങോട്ട് മിണ്ടാൻ പോയാൽ ഇവർ മിണ്ടുവോ, അല്ലെങ്കിൽ നിങ്ങളെ ഇവരിങ്ങോട്ട് വിളിക്കുവോ, ആ ഒരു ചിന്തകളൊക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ ഒരു ഭയങ്ങളെ എല്ലാം തന്നെ മറികടന്നിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഇനി അവർക്ക് വേണ്ടി ഇങ്ങോട്ട് കോൺടാക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നിങ്ങളോട് ബിഹേവ് ചെയ്യാൻ പോകുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അവരിൽ നിന്നും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരാനായിട്ട് പോകുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഒരു പുറത്തേക്കൊക്കെ ജോലിക്കോ കാര്യങ്ങൾക്കോ ഒക്കെ പോകാൻ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു വിസ അല്ലെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ, ഒരു ജോബ് ഓഫർ, അതൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ അതും 8 ഓഫ് Wandsൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു അറിയിപ്പ് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് തെളിയുകയാണ്. യെസ്, 9 ഓഫ് Pentacles ആണ് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ 9 ഓഫ് Pentaclesൽ വിജയമാണ്. അത് ഒരു ഫിനാൻഷ്യലി ഗ്രോത്തിലേക്ക് എത്തുന്ന വിജയം. അപ്പൊ ഈ ജോലി നോക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള അവസരം നിങ്ങളുടെ മുന്നിൽ തെളിയുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനും അതേ ജോലിയിലൂടെ നിങ്ങൾക്ക് ഒരു ഗ്രോത്തിലേക്ക് എത്താനും സാധിക്കുന്നതാണ്. ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രോത്ത് ഒക്കെ നിങ്ങളുടെ ഒരു തുടക്കം വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഗോൾ, നിങ്ങളുടെ ഒരു കറക്റ്റ് ഗോളിലേക്ക് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കറക്റ്റ് പാത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം പോലെ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു കോൺടാക്ട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കോൾ നിങ്ങളിലേക്ക് വരുമ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഒരു സന്തോഷമാണ്. നിങ്ങളുടെ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് അട്രാക്ട് ആവുകയാണ്. നൈറ്റ് ഓഫ് Wands ആണ്. ഇനി അങ്ങോട്ട് ആഘോഷങ്ങളുടെ രാവുകളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. രാത്രിയിലും പകലും, രാവുകൾ മാത്രമല്ല എല്ലാ സമയത്തും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കടന്നു വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ എല്ലാ രീതിക്കും അച്ചീവ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള ഒരു സെൽഫ് പർപ്പസിലേക്ക് ആദ്യമേ തന്നെ നിങ്ങൾ കയറി. അതായിരുന്നു നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. നിങ്ങൾക്കിടയിൽ ഈ ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, വലിയ രീതിയിലായാലും ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് നിങ്ങളുടെ വിജയം. അതിൽ ആദ്യം വിജയിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ വിജയിച്ചതിന് ശേഷം നിങ്ങളുടേതായ ഒരു ലൈഫ് പർപ്പസിലേക്ക് നിങ്ങൾ എത്തിയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളും എത്തുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആ ഒരു കറക്റ്റ് പാത്തിലേക്ക് വീണ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ച ഓരോരോ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ആഘോഷം വരാനായിട്ട് പോവുകയാണ്, സന്തോഷം വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു കോൺടാക്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാൻ പോകുന്നു. അത് ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിട്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കോൾ ആയിട്ടായിരിക്കാം. മറ്റു ചില വ്യക്തികൾക്ക് നേരിട്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോവുകയായിരിക്കാം. അതുപോലെ തന്നെ കരിയർ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജോലി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ സന്തോഷമാണ് ഇവിടെ കാണുന്നത്. അതെല്ലാം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകാനായിട്ട് പോവുകയാണ്. ടവർ എനർജി ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ട് ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കർമ്മപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നേരിടേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടിയിരുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കൊരു ഗുഡ് ആയിട്ടുള്ള കർമ്മ നിങ്ങളുടെ ലൈഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ നേരിടേണ്ട അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതായ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ആ ഒരു കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ മാത്രമേ നമ്മളുടെ എല്ലാവരുടെയും ഇന്നർ സോളിന്റെ പവർ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു കറക്റ്റ് പർപ്പസിലേക്ക് എത്തുകയുള്ളൂ. ആ ഒരു കറക്റ്റ് പർപ്പസിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ക്യൂൻ ഓഫ് കപ്സ് വന്നപ്പോൾ, നിങ്ങളുടെ കറക്റ്റ് പർപ്പസിലേക്ക് എത്തി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ.
നിങ്ങളുടേതായ ഒരു സെൽഫിന് അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ഇന്നർ സോളിന് നിങ്ങൾ ഒരുപാട് വാല്യൂ കൽപ്പിക്കുന്ന വ്യക്തികളാണ്. ഒരുപക്ഷെ നേരത്തെ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന വ്യക്തിത്വമായിരുന്നിരിക്കാം നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെയാണ് ലൈഫിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ തോൽവിയിലൂടെ പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തികൾ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസൊനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബാക്കിലേക്ക് ചിന്തിച്ചു നോക്കുക. നേരത്തെയുള്ള നിങ്ങളെയും ഇപ്പോഴത്തെ നിങ്ങളെയും വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യുക. എത്രമാത്രം വ്യത്യാസം നിങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങളെ തന്നെ നിങ്ങൾ എന്നാണോ സ്നേഹിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ചില വ്യക്തികൾ ഇപ്പോഴായിരിക്കും ആ ഒരു ട്രാക്കിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളൊരു പാത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കർമ്മ, ഈ ഒരു ബാഡ് കർമ്മ നിങ്ങളിൽ പൂർണ്ണമായിട്ടും അവസാനിക്കുകയാണ്. 10 of Wands ആണ്. പൂർണ്ണമായും ഒരു പരിവർത്തനത്തിന്റെ സ്റ്റേജിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിലെ എല്ലാവിധ ബാഡ് കർമ്മങ്ങളും അവസാനിച്ചിട്ട് ആ ഒരു ഭാരങ്ങളും നെഗറ്റീവ്സും എല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ടേക്ക് എത്തുമ്പോൾ എല്ലാ രീതിക്കും ഒരു പുതിയ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പുതിയ ചിന്താഗതികളായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. യെസ്, എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. സന്തോഷവും സമൃദ്ധിയുടെയും കാർഡാണ് എംപ്രസ് എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ കാർഡാണിത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഒരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നു. നിങ്ങൾ ഏത് രീതിയിലുള്ള ലൈഫാണോ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഡിവൈൻ, ഈ ഒരു പ്രപഞ്ച ശക്തി അതിന് എല്ലാവിധ അനുകൂലം, അതായത് ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയാണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരു അമ്മയാണ്. അതായത് ഈ ഒരു മദർ യൂണിവേഴ്സ് ആണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ഒരു മദർ യൂണിവേഴ്സ്, നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സൽ പവറിനെ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഈ ഒരു റീഡിങ്ങിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു പവറിന്റെ ബ്ലെസ്സിങ് തീർച്ചയായിട്ടും ഉള്ള ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അങ്ങനെയുള്ള വ്യക്തികളുടെ മുന്നിലേക്ക് മാത്രമായിരിക്കാം ഈ ഒരു വീഡിയോ എത്തുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ബാഡ് കർമ്മങ്ങളെല്ലാം തീർന്ന് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ സാമീപ്യവും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയാണ്. Ace of Wands ആണ്. ഒരു പുതിയ തുടക്കം. നിങ്ങളുടെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കരിയർ ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുതിയ തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ആലോചന അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം, ഒരു സ്നേഹബന്ധം ഒക്കെ നിങ്ങളിലേക്ക് വരികയാണ്. ഒരുപക്ഷെ നിങ്ങളൊരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് ഇനി അതൊന്നും വേണ്ട എന്നുള്ള രീതിക്ക് നിങ്ങളുടേതായ ഒരു ഇന്നർ സോളിലേക്ക് ആ ഒരു പവർ തിരിച്ചറിഞ്ഞ് അങ്ങനെ വരുന്ന വ്യക്തികളും ഉണ്ട് നിങ്ങളുടെ കറക്റ്റ് ലൈഫ് പർപ്പസിലേക്ക്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അർഹമായ രീതിയിൽ നിങ്ങൾക്കൊരു നീതിയാണ് ലഭിക്കുന്നത്. ആ ഒരു പുതിയ തുടക്കമാണ് ഈ ഒരു പ്രണയത്തിന്റെ രൂപത്തിലാണെങ്കിലും വരുന്നത്. ആ ഒരു പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ഫേസ് ചെയ്ത ചിലപ്പോൾ ഒരു ചതിയിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണ്. നിങ്ങളായിട്ട് കണ്ടുപിടിക്കുകയല്ല, യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അത് എല്ലാ രീതിക്കും ഒരു നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പുതിയ തുടക്കമായിരിക്കും നിങ്ങളുടേത്. ആ ഒരു തുടക്കം എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു ജീവിതാവസ്ഥയിലേക്കാണ് നിങ്ങളെ എത്തിക്കാനായിട്ട് പോകുന്നത്. നൈറ്റ് ഓഫ് സോഴ്സ് ആണ്. ഇത്രയും നാളും ഒരുപാട് കാര്യങ്ങളുടെ പുറകെ നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് ഓടി. ഒരു പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ചതിച്ചിട്ട് പോയ വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പുറകെ ഒക്കെ നിങ്ങൾ ഓടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ടുള്ള ഒരു ഓട്ടത്തിലായിരുന്നു നിങ്ങൾ. ആ ഒരു ഓട്ടം നിങ്ങളുടെ അവസാനിക്കുകയാണ്. നിങ്ങൾ എന്തിന്റെ പുറകെ ആണോ നിങ്ങൾ റൺ ചെയ്തുകൊണ്ടിരുന്നത് ഇനി ആ ഒരു കാര്യങ്ങൾ നിങ്ങളെ ചേസ് ചെയ്ത് നിങ്ങളുടെ പുറകെ വരികയാണ്. നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ്, നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ബാഡ് കർമ്മ എല്ലാം റിമൂവ് ആയിട്ട് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പ്രവേശിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനെ റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാ രീതിയിലും തയ്യാറെടുത്ത് തന്നെ ഇരിക്കുക. ഒരു സെൽഫ് ലവ്, ബാക്കി നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിൽ ഒരു 80% റെസനേറ്റ് ആയി 20% റെസനേറ്റ് ആയിട്ടില്ല എന്നൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് കംപ്ലീറ്റ് എത്തിയിട്ടില്ല എന്നാണ് അതിന്റെ ഒരു അർത്ഥം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സോളിനെ തിരിച്ചറിയുക. ആദ്യം നമുക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ മറ്റൊരാൾ വാല്യൂ ചെയ്യുള്ളൂ. നമുക്കേ നമ്മളൊരു വാല്യൂ കൊടുക്കാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ വിലയില്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ നമ്മളെ വില ഉണ്ടാവുക? അത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മളിലേക്ക് എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും വരാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രപഞ്ചം നമുക്കൊരു ഈ ഒരു പീരീഡ്, ടൈം ഓഫ് പീരീഡ് തന്നിരിക്കുന്നത്. ഒരിക്കലും നമ്മളെ താഴേക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ആ ഒരു പീരീഡ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ വരിക. 4 ഓഫ് സോഴ്സ് ആണ്. ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ഓഫ് സോഴ്സിന്റെ എനർജിയാണ് ഇപ്പോഴും നിങ്ങൾ ആ ഒരു പ്രണയം അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നൊരു ചിന്തയിൽ നിൽക്കുന്ന വ്യക്തികളെയും കാണിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടവർ തന്നെയാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് അട്രാക്ട് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തവർക്ക് തന്നെയാണ് കൂടുതലായിട്ട് ഇത് അട്രാക്ട് ആവുക. മറ്റു വ്യക്തികൾ നിങ്ങൾക്ക് അട്രാക്ട് ആവില്ല എന്നല്ല, തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഒരു വാല്യൂ കൊടുത്തിട്ട് നിങ്ങൾ പുറത്തേക്ക് വരിക. നിങ്ങൾ ഇപ്പോൾ ഒരു കംഫർട്ട് സോണിലാണ്. കംഫർട്ട് സോൺ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെന്നല്ല കംഫർട്ട് സോൺ കൊണ്ട് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു സേഫ് സോണിൽ ഇരിക്കുകയാണ്. നിങ്ങൾക്കൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നിനും വയ്യ, ഞാൻ ആകെ തകർന്നു പോയി, ഇനി എനിക്ക് ഉയരാൻ കഴിയില്ല, എനിക്ക് വയ്യ, ആ ഒരു രീതിയിൽ നിങ്ങൾ ഇരിക്കാതെ പുറത്തേക്ക് കടക്കണം. വൺസ് നിങ്ങൾ ആ ഒരു ബോർഡർ ക്രോസ് ചെയ്യൂ, നിങ്ങൾ ആ ഒരു ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു പവർ നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തിന്റെ പുറകെയാണോ റൺ ചെയ്തു പോയത്, ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പുറകെ ചേസ് ചെയ്ത് വരും. കാരണം നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും ഒരു കാന്തം പോലെ നിങ്ങളിലേക്ക് ആകർഷിക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് എത്തുക. യെസ്, ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ്. ഒരു ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഗ്രോത്ത് വരാനായിട്ട് പോവുകയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ നോക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ജോലി നിങ്ങൾക്ക് ഉടനെ തന്നെ വരാനായിട്ട് പോവുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരു ഉയർച്ചയാണ് വരാനിരിക്കുന്നത്. ക്വീൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്ഞിനെ പോലെ നിങ്ങൾ വാഴാനായിട്ട് പോകുന്നു. അത്രത്തോളം നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ വരാൻ പോകുന്നു. അത്രത്തോളം ഫിനാൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അത്രയും നല്ല ഒരു പാക്കേജ് ഒക്കെ ഉള്ള ഒരു തൊഴിൽ, അതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല ഉയർച്ച ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ പ്രൊമോഷൻസ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ടൈം ആണ്. അതായത് നിങ്ങളുടെ ഒരു നല്ല സമയമാണത്. അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. യെസ്, ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങളുടെ പ്രാർത്ഥന ഈ ഒരു സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി തീർച്ചയായിട്ടും കേട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഒരുപാട് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും ഒരു പക്ഷേ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണക്ട് ആവുന്ന വ്യക്തികൾക്ക്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് ഒക്കെ നന്നായിട്ട് വർക്ക് ആവുന്ന വ്യക്തികളാണ്, നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ ഇത് കണക്ട് ആവുന്നത്. കാരണം നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങളെ ഒരുപാട് മാറ്റിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഡിവൈൻ ആയിട്ട് ഒരുപാട് അടുത്തിരിക്കുന്നു. ഒരു ഡിവൈൻ ആയിട്ട് അടുത്ത് എപ്പോഴും ഒരു മെഡിറ്റേഷൻ, പ്രാർത്ഥന, ആ ഒരു പ്രപഞ്ച ശക്തിയോടെ എല്ലാ രീതിക്കും അടുത്ത് പോകുന്ന വ്യക്തികൾ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഈ ഒരു യൂണിവേഴ്സിനോട്. എന്ത് ചെറിയ കാര്യവും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എല്ലാത്തിനും ഈ ഒരു യൂണിവേഴ്സിനോട് വൺസ് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ. നിങ്ങൾക്ക് അതിന്റെ ഡബിൾ ആയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജീസ് അട്രാക്ട് ആവുന്നത് തീർച്ചയായിട്ടും അനുഭവയോഗ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഇതിൽ വന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപക്ഷെ ഒത്തിരി പേർക്ക് അതൊക്കെ അറിയാവുന്ന വ്യക്തികൾ തന്നെ ഉണ്ടായിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം അറിയാത്ത ആൾക്കാരും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സേഫ് സോണിൽ ഇങ്ങനെ പെട്ട് നിൽക്കുന്നത് അവർ. ഫോർ ഓഫ് സോൾസിന്റെ എനർജിയിൽ റെസ്റ്റിംഗ് കാർഡാണ്. ഇപ്പോഴും ഒരു റെസ്റ്റിംഗിൽ തന്നെയാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമല്ല ഇത്. നിങ്ങളുടെ ബാഡ് കർമ്മങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ആ ഒരു ഗുഡ് കർമ്മേനെ അട്രാക്ട് ചെയ്യാൻ നിങ്ങളും കൂടെ തയ്യാറാകണം. സിക്സ് ഓഫ് സോഴ്സ് ആണ്. എല്ലാവിധ നെഗറ്റീവ് എനർജികളെയും കൊണ്ടിട്ട് നിങ്ങൾ ഇപ്പൊ മുന്നോട്ടേക്ക് പോയിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു സമാധാനപരമായ അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങൾ നെഗറ്റീവ് ആണ് മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സമയമാണ് വരാനായിട്ട് പോകുന്നത്. ടു ഓഫ് കപ്സ് ആണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ, ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ കൈ ചേർത്ത് പിടിച്ചിട്ട് അവരുടെ ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഇനി അല്ല, നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് കാല് വെക്കാനായിട്ട് നോക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഒരു മാരേജ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്കൊന്നും നടന്നിട്ടില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. ആ ഒരു കടന്നുവരവ് എന്ന് പറയുന്നത് എല്ലാ രീതിക്കും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കത്തിലൂടെ സന്തോഷവും സമൃദ്ധിയും എല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ്. വലിയൊരു വേദനകളിലൂടെ കടന്നു വന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സോൾ, ഞാൻ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ആ ഒരു സോളില് പവർ തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങൾക്ക് വർക്ക് ആവുന്നത്. കാരണം നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്ന സ്റ്റാർ ആണ്, ഹോപ്പ് ആണ്, പ്രതീക്ഷയുടെ കാർഡാണ്, വിജയത്തിന്റെ കാർഡാണ്. ആ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ അനുഭവിക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആ ഒരു പൂർണ്ണത നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഒരു യൂണിവേഴ്സ് നിങ്ങളെ ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്ട്രെങ്ത് ആണ്, യെസ്,
സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സോൾ പവർ തിരിച്ചറിഞ്ഞിട്ട് ഒരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ രീതിക്കും ജീവിതത്തിൽ ഒരു ഘടന വേണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇൻഫിനിറ്റി ആണ്. എല്ലാ രീതിക്കുള്ള അട്രാക്റ്റ്, സന്തോഷവും സമൃദ്ധിയും പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാനായിട്ട് പോകുന്നത്. വിജയത്തിന്റെ പ്രതീകം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വൈബ്രേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇൻറ്റ്യൂഷൻ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻ, അതുപോലെ അഫർമേഷൻ, മാനിഫെസ്റ്റേഷൻ, ഡിവൈൻ കണക്ഷൻ ഒക്കെ വന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണക്ഷൻ കിട്ടുന്നുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിക്കാനായിട്ട് പോകുന്നു. പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നു. അതിന് മുന്നോടിയായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 100 രൂപയായിരിക്കും ലോട്ടറി എടുത്തിരിക്കുന്നതിൽ. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു വിജയം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു വലിയ വിജയത്തിന്റെ സൂചനയാണ്. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ഒരുപാട് ഈ ഒരു സമയത്ത് ഏഞ്ചൽ നമ്പേഴ്സ് 1111, 111, 2222, 1212, 333, അതുപോലെ ഒരുപാട് നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവും. 1010, ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഒരു വണ്ടിയുടെ നമ്പർ ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ പോസ്റ്ററിലാണെങ്കിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്ത്, വല്ലപ്പോഴും കാണുന്നതല്ല, റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണുന്ന ഒരു സമയമൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് അബണ്ടൻസ് കടന്നു വരാനായിട്ട് പോവുകയാണ്. അതിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരു യൂണിവേഴ്സ് നിങ്ങളെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ കടത്തി വിട്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ജസ്റ്റ് കടന്നു വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. മറ്റു ചില വ്യക്തികൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ കടക്കാനായിട്ട് പോവുകയായിരിക്കാം. ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കാരണം നിങ്ങൾ ഇപ്പോഴും ഉയർത്തെഴുന്നേറ്റിട്ടില്ല ഈ ഒരു സമയത്ത് നിന്ന്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് കടന്നു വരണം. കാരണം ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും റെസൊനേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കയ്യിൽ ആരും ഒന്നും കൊണ്ടുതരില്ല അല്ലേ? നമ്മളായിട്ട് തന്നെ അതിന് ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെ കാണിച്ചിരിക്കുന്നത്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ്. വിജയത്തിന്റെ പ്രതീകമാണ്. വിജയമാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നിരിക്കുന്നത്. സന്തോഷവും സമൃദ്ധിയും കൊണ്ട് നിങ്ങൾ ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. എല്ലാം നിങ്ങളുടെ കൈവെള്ളയിലാണ്. നിങ്ങൾക്ക് ഇറ്റ്സ് അപ് ടു യു. എല്ലാം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ഉള്ളിലെ മാജിക് നിങ്ങൾ പുറത്തേക്ക് തിരിച്ചറിഞ്ഞ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിവൈൻ ആയിട്ട് തന്നെ ഒരു മാജിക് എന്ന രീതിയിൽ നിങ്ങളുടെ കൺമുൻപിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൈവെള്ളയിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുന്ന ഒരു സമയം നിങ്ങളിലേക്ക് അടുത്ത് വരുന്നു. 8 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ തിരിഞ്ഞു കിടക്കണം. ഇവിടെ ഈ ഒരു രീതിയിൽ ഇരിക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് നിങ്ങൾ നടന്നു വരണം. ചില വ്യക്തികൾക്ക് ഉള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്, ഒരു മെസ്സേജ് കൂടിയാണിത്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ബാലൻസിങ് കൈവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏഞ്ചൽസിൽ നിന്ന് തരുന്ന ഒരു മെസ്സേജസ് കൂടെ നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ മെസ്സേജ്. ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളായ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്ത് മെസ്സേജ് ആണ് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയം? ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ഇതൊക്കെ എനിക്ക് സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. നെഗറ്റീവ്സ് കാര്യങ്ങളെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത്. നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് ചിന്തകൾ ഓരോ സൈഡിലൂടെ വരുമ്പോൾ നിങ്ങളായിട്ട് തന്നെ പറയുക ഇല്ല, നിങ്ങൾക്ക് പോസിറ്റീവ് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കുക. ആ ഒരു കാര്യങ്ങളുടെ ഇൻഫർമേഷൻസ് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു ഡിവൈൻ ആയിട്ട് എത്തിക്കുന്നതാണ്. എ ഇയർ ഫ്രം നൗ. ഇന്നേക്ക് ഒരു വർഷത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതം മാറും. ഇന്നേക്ക് ഒരു വർഷം എന്ന് പറയുമ്പോഴേക്കും ഇന്ന് മുതൽ ഒരു വർഷത്തിന്റെ ഉള്ളിലാണ്. അത് നാളെ ആവാം, മറ്റന്നാളാവാം, എപ്പോൾ വേണമെങ്കിലും ആകാം. ആ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതം മാറിയിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നല്ല, എല്ലാ രീതിക്കും നിങ്ങൾ ഇതെല്ലാം അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നടന്നിരുന്ന കാര്യങ്ങൾ എന്നുള്ളത്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. എല്ലാ കാര്യവും വ്യക്തമായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ജോലിയുടെ കാര്യമായാലും ഈ ഒരു ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കാര്യമായാലും എന്ത് കാര്യമായാലും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റെസൊല്യൂഷൻ, ഒരു
സന്തോഷകരമായിട്ടുള്ള സമാധാനപരമായ പരിഹാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. വെയിറ്റ് വന്നിട്ടുണ്ട്, ബി അസർട്ടീവ് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു മുന്നോട്ടേക്ക് പോവുക. റീകൺസിഡർ ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പരിഗണിക്കപ്പെടും എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ, ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ വന്നിരിക്കുന്ന സിറ്റുവേഷൻസും ക്ലൂസും എല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.